ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഞാനിവിടെ ഇപ്പോൾ ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും വേഗം കുളിച്ചൊരുങ്ങി ജോലിക്ക് പോകും. നിങ്ങളിപ്പം ഒരു കാര്യമായിരിക്കും ചോദിക്കുന്നത്, എന്താ എവിടാ ജോലി എന്നായിരിക്കും ചോദിക്കാൻ വരുന്നത്. ജോലി ഡെലിവറി ബോയ് ആയിട്ടൊന്നുമല്ല, നമ്മുടെ ഷോറൂമിൽ ഡെലിവറി ബോയ് ആയിട്ടാണ്. ഷോറൂമിൽ ഓരോരോ കാറ് കൊണ്ട് കുറേ സ്ഥലത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും നമുക്കിപ്പോൾ 8:30ക്കാണ് പോകേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ ലേറ്റായി, 9 മണിയായി. നമുക്ക് വേഗം ഡ്രസ്സ് മാറിയിട്ട് പോകാം. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കെന്തായാലും വേറെ ഷോറൂമിലേക്ക് പോകാം. ഒരുപാട് ലേറ്റായി. മിക്കവാറും ബോസ് തന്നെ വഴക്ക് പറയും. എൻ്റെ കയ്യിലിപ്പോൾ അധികം പൈസയൊന്നുമില്ല. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് 3000 രൂപ മാത്രമാണ്. സാലറി ഇതുവരെ വീണില്ല. എനിക്കിപ്പോൾ തീരെ പൈസ ഇല്ല. എങ്ങനെയെങ്കിലും ഒന്ന് റിച്ച് ആവണം. എൻ്റെ ഗ്യാങ്സ്റ്റർ ഷിബു എന്നോട് പറയും ഗ്യാങ്സ്റ്റർ ആണ്. പിന്നെ വേറൊരു കൂട്ടുകാരൻ പറയും വേറെ നല്ല ജോലി എടുക്കണം. ഈ ജോലി എന്നോട് പറഞ്ഞു ഗ്യാങ്സ്റ്റർ ആണെന്ന്. ജാഗ്യ, നീ എന്താണ് ഇന്ന് താമസിച്ചേ? അതുപോലെ എണ്ണയ്ക്ക് വെച്ചിട്ട് താമസിച്ചു പോയി. ഇന്ന് ഏത് വണ്ടി ഡെലിവറി ഉണ്ട്? ജാഗ്യ, ഇന്ന് ഫെറാറി ഡെലിവറി ഉണ്ട്. ഫെറാറിയോ? ഫെറാറി കൊടുത്ത ഇന്നല്ലേ സാലറി വീഴുന്നേ? ഇന്നോ? 2 ആഴ്ച കൂടെ കഴിയുടെ സാലറി വീഴുന്നു. നിനക്കെന്താ? ഞാനില്ലേ ഈ ഡെലിവറിയും കൂടെ കഴിയുന്നുണ്ട്. എന്തായാലും ഈ ജോലിന്ന് പോകും. നിന്റെ ഇഷ്ടം, നീ ഏത് ജോലിയാണെങ്കിലും പറയാം, എനിക്കെന്തായില്ലേ? എന്നാ ഓക്കെ, ഈ ഡെലിവറിയും കൂടെ കഴിയണമെങ്കിൽ ഞാൻ പൊക്കോളാം. പിന്നെ എനിക്ക് ഇന്ന് തന്നെ സാലറി തരണം. പിന്നെ ഈ ഫെറാറി കൊടുക്കുന്ന സ്ഥലം ഏതാ? ആടാ, അതാ വില്ലേജില്ല. നീ ഇത്രയും ദിവസം പണി ചെയ്തതിൻ്റെ ശമ്പളം വെറും 7000 രൂപ മാത്രം. അല്ല, ഒരു മാസം നീ ഇത് ചെയ്താൽ നിനക്ക് 10000 രൂപ. നീ ഇപ്പം ഇത്രയും ചെയ്തുള്ളൂ. അപ്പം 7000 രൂപ മാത്രമേ. 7000 നമുക്കെന്തായാലും ആ ഫെറാറി എടുത്തോണ്ട് നേരെ അതുകൊണ്ട് വില്ലേജിൽ കൊടുക്കാം. ഗായ്സ്, നമുക്കിപ്പോൾ ഈ ഫെറാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നേരെ വില്ലേജിലേക്ക് പോകണ്ട. നിങ്ങളിപ്പോൾ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, ഞാൻ എന്താ പോകേണ്ടത്? ഞാനിപ്പം വില്ലേജിലേക്ക് പോകുന്നില്ല, കാരണം ഞാൻ ഗ്യാങ്സ്റ്റർ ആകാൻ പോകല്ലേ. അവിടെ നമുക്ക് നേരെ ഷിബുവിൻ്റെ വീട്ടിലേക്ക് പോവാം. ഷിബുവിൻ്റെ വീട് ഇവിടെ അടുത്താണ്. നമുക്ക് നേരെ ഷിബുവിൻ്റെ വീട്ടിലേക്ക് പോവാം. എടാ ജാക്കി, എന്താടാ പതിവില്ലാതെ ഇവിടോട്ടൊക്കെ? എടാ, പിന്നെ എനിക്കൊരു ഗ്യാങ്സ്റ്റർ ആണ്. ഗ്യാങ്സ്റ്ററോ? നിന്നോട് അന്നുകൊണ്ട് ഞാൻ ചോദിക്കല്ലേ ഗ്യാങ്സ്റ്റർ ആണോ എന്ന്. നിനക്കിപ്പോൾ ഇപ്പോഴാണ് ഗ്യാങ്സ്റ്റർ ഉണ്ട്. അതേടാ ഷിബു, നീ ഗ്യാങ്സ്റ്റർ ആക്കാൻ പറ്റും? ഗ്യാങ്സ്റ്ററൊക്കെ ആകാൻ പറ്റും, പക്ഷേ അതിന് കുറെ ഗണ്ണൊക്കെ വേണം. നിന്റെ പൈസയുണ്ട്? പൈസയൊക്കെ ഉണ്ട്. ഒരു ഗ്യാങ്സ്റ്റർ ആണെങ്കിൽ എനിക്ക് 10000 രൂപ തരണം. നീയാണ് 500 രൂപ. ബാക്കി 9500 രൂപയ്ക്ക് നീ വേറെ കുറെ ഗണ്ണൊക്കെ വാങ്ങിച്ചോ. ഓക്കേടാ, 500 രൂപയ്ക്ക് നല്ല കാര്യമാണ്. ജാക്കി, നിന്റെ ഇപ്പോൾ അധികം പൈസ ഉണ്ടോ? ഉള്ള 10000 രൂപയേ ഉള്ളൂ. നീ കറക്റ്റാ പറയും. ആണോ? പിന്നെ നിനക്ക് അവിടെ നിന്ന് ഈ ഫെറാറി? ഇതോ, ഞാൻ ജോലിക്ക് പോകുന്നില്ലായിരുന്നോ ഷോറൂമിൽ? അത് ഞാൻ പിരിഞ്ഞു. അപ്പോൾ എനിക്ക് വണ്ടി ലാസ്റ്റായിട്ട് ഡെലിവറി ചെയ്യാറുണ്ട്. ആടാ, എന്നാ ശരി, നീ പോയി ഡെലിവറി ചെയ്തിട്ട് വാ. ഓക്കെ ഗൈസ്, ഇവിടെ
ഇവിടെ ഇപ്പോൾ ഷിബു പറയുന്നത് നമുക്ക് ആക്കണം. പിന്നെ 500 രൂപ ഗൂഗിൾ പേ ചെയ്തേക്കാവേ. ആണോ? ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം ഷിബു പറയുന്നത് ഗ്യാങ്സ്റ്റർ ആക്കാവുന്നതാണ്. പക്ഷെ അവൻ 500 രൂപ കൊടുത്താൽ മതിയാണ്. മറ്റുള്ളവരുടെ നിന്നെല്ലാം അവൻ 2000 രൂപയ്ക്കോ 10,000 രൂപയ്ക്കോ വാങ്ങിക്കുന്നത്. നീ അയാൾ 2000 ഷിബു ആയതുകൊണ്ടായിരിക്കും. ഷിബു അത്യാവശ്യം വിലയൊക്കെ കുറച്ചൊക്കെ തരും. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വില്ലേജിലേക്ക് പോവാം. അല്ല, നമ്മൾ ആ ഗ്യാങ്സ്റ്ററായിട്ട് ഇവരോട് വരെ മിഷനും ഉണ്ടോ എന്ന് ചോദിക്കാം. അല്ല, മിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മിഷനും എല്ലാം ചെയ്ത് നമുക്ക് വലിയ റിച്ച് ആകാൻ പറ്റുമല്ലോ. നേരെ ഗ്യാങ്സ്റ്റർ ആവുക. ഈ വണ്ടി എറിയാൻ ഇടിക്കുകയും ചെയ്തു എന്ന് കുഴപ്പമില്ല. വല്ല മിഷനും ഉണ്ടോ എന്ന് ചോദിക്കാം. ആ മിഷൻ ഉണ്ടെങ്കിൽ അവനോട് മിഷൻ ചെയ്ത ഏകദേശം 1 കോടി കൊടുക്കണം. അവൻ എത്ര കോടി തരുമോ അതൊന്നും എനിക്കറിയില്ല. 1 കോടി തന്നായിരുന്നെങ്കിൽ എനിക്ക് ലാഭമായിരുന്നു. എന്തായാലും മിഷൻ അവനോട് അല്ല, നമുക്ക് ഇപ്പോഴേ അവനോട് വിളിച്ച് റെഡിയാക്കി. അപ്പോൾ സമയമില്ലെങ്കിലും നമുക്ക് എന്തായാലും ഇപ്പോഴേ റെഡിയാക്കി. അത് നമുക്ക് എന്തായാലും ഇപ്പം അവനെ വിളിക്കാം. ഹലോടാ ഷിബു. എന്താടാ ജാക്കേ? എടാ, പിന്നെ ഞാൻ ഈ ഗ്യാങ്സ്റ്ററായി കഴിഞ്ഞിട്ട് ഒരു മിഷൻ നീ എനിക്ക് തരാൻ പറ്റുമോ? ആടാ, മിഷൻ തരാൻ നിനക്ക് എത്ര കോടിയോ നിനക്ക് വേണ്ടേ? എനിക്കൊരു 1 കോടി കിട്ടിയാൽ മതി. 1 കോടിയോ? ഒരു മിഷൻ ഉണ്ട്. അത് നീ നിൻ്റെ ജോലി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വാ, എന്നിട്ട് ഞാൻ നിനക്ക് മിഷനൊക്കെ തരാം. ആടാ, ഓക്കെ ഗായ്സ്. ഇവിടെ ഇപ്പം നമ്മുടെ ഷിബു പറയുന്നത് അവനൊരു മിഷനുണ്ട്, അതവൻ നമുക്ക് തരാമെന്നാണ് പറഞ്ഞേ. അവൻ നമ്മൾ ഉദ്ദേശിച്ചപോലെ 1 കോടി നമുക്ക് കിട്ടും. ഗായ്സ്, നമുക്കപ്പം എന്തായാലും നേരെ വില്ലേജിലേക്ക് പോകാം. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇതെന്തിനാണ് ഈ വില്ലേജിൽ കൊടുക്കുന്നത്? നമുക്ക് ഈ കാറങ്ങ് അടിച്ചു മാറ്റിയാലോ. നമ്മളതിലിപ്പോൾ എല്ലാം കഴിഞ്ഞ് അധികം പൈസ ഒന്നുമില്ല. ആ ബോസ് തരാമെന്ന് പറഞ്ഞാൽ 7000 രൂപ കിട്ടിയാലേ നമുക്ക് 10000 രൂപ ആകത്തുള്ളൂ. എന്നാലേ നമുക്ക് ഗണ്ണൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. നമുക്കപ്പോൾ നേരെ അവിടെ ചെന്നിട്ട് വണ്ടി കൊടുത്തെന്ന് പറയേണ്ട ബോസിനെ അടിച്ചിട്ടാണ്. അതല്ലേ ഉള്ളു കാര്യം. അല്ല, പിന്നെ തന്നെ ഞാൻ ഇവിടം വരെ വന്നത് നേരെ ഷോറൂമിലേക്ക് തന്നെ പോകണം. അതേ വണ്ടിയുടെ അത്രയും പെട്രോൾ കളഞ്ഞു. നമുക്കെന്തായാലും നേരെ അവിടെ തന്നെ ഇത്തിരി സ്പീഡിൽ പോകാം. പിന്നെ നമ്മുടെ വണ്ടി അല്ല, കുറേ പോലീസ് വരെ വരുമോന്നാണ് എൻ്റെ പേര്. അത് നമ്മളെന്തിനാണ് പേടിക്കുന്നത്? നമ്മളിനി ഗ്യാങ്സ്റ്ററാ. അപ്പം നമുക്കെന്തായാലും നേരെ കാർ ഷോറൂമിലേക്ക് പോകാം. നമ്മളങ്ങനെ ഇവിടെ ഷോറൂമിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കെന്തായാലും നേരെ ഷോറൂമിലേക്ക് പോകാം. അതുകൊണ്ട് തന്നെ ബൈക്കിരിക്കുന്നു. ബോസിനെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അല്ല, നമ്മളങ്ങനെ ഇയാളോട് പറയുന്നേ. അതാ ഞാൻ ആലോചിക്കുന്നത്. ഈ പോകുന്ന ബോസ് അല്ലേ? ബോസ് ഷോറൂമിലോടാണ് നൈസിന് ഇയാളെ പുറകെ. ജാക്കി, നീ എന്താണ് കാണിക്കുന്നത്? എടാ, നിന്റെ ഫെറാറി ഞാൻ അങ്ങ് എടുക്കുക. ഓ, പോലീസ് നമുക്ക് ഒരു സാർ വാട്ടണ്ടവല് കിട്ടി. വേഗം ഒന്ന് രക്ഷപ്പെടാം. എൻ്റെ ഇപ്പോൾ ഗണ്ണൊന്നും കുറച്ച് ഗണ്ണ് വാങ്ങിക്കാം. വേഗം നമ്മളിപ്പോൾ ഗണ്ണൊന്നുമില്ല. അല്ല, നമുക്ക് ഈ പോലീസിന് രക്ഷപ്പെട്ടിട്ട് ഗണ്ണ് വാങ്ങിക്കാൻ പോകാം. നമുക്കിപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ പോയി ഇത്ര പെട്ടെന്ന്. എന്നാൽ നമുക്ക് പോയി ഗണ്ണ് വാങ്ങിക്കാം. കുറച്ച് ഗണ്ണങ്ങ് വാങ്ങിക്കാം. ഗായ്സ്, നമ്മളങ്ങനെ ഗണ്ണ് വാങ്ങിച്ചിട്ടുണ്ടോ? അറിയാതെ ഒരുത്തിനെ ഇടിച്ചിട്ട് പോലീസുകാർ വീണ്ടും വാട്ടറിലുള്ള കിട്ടി. എനിക്കിപ്പോൾ ഈ പോലീസുകാരുമായിട്ട് അടിയുണ്ടാക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതിലൊരു പാർട്ട് 2 കാണും. എല്ലാവരും അതും കാണുക. അപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.